മോദിയുടെ പടയോട്ടത്തിന് കടിഞ്ഞാണിടാൻ രാഹുലിനാകുമോ? രാഹുലിന്റെ വിശ്വാസം കോൺഗ്രസിനെ രക്ഷിക്കുമോ? ഈ മാസം 18 മുതൽ നോട്ട് അസാധുവാക്കലിനെതിരായ പ്രക്ഷോഭത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ദരിദ്രരുടെ പണം കവർന്നെടുത്ത് അവരെ ഭയപ്പെടുത്തി ഭരിക്കാനാണ് നോട്ട് അസാധുവാക്കിയ നടപടി നരേന്ദ്രമോദി കൊണ്ടുവന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. നോട്ട് അസാധുവാക്കിയ നടപടിക്കെതിരെ ദില്ലിയിൽ ചേർന്ന ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് എം ലിജു ദില്ലിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. BJP നേതാവ് ശ്രീ ജോർജ് കുര്യനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ എം ലിജു, ദയവായി ക്ഷമിക്കുക. വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു സാമൂഹ്യ പ്രശ്നത്തിന് നടുവിൽ ഈ ചർച്ച മുന്നോട്ട് പോയതുകൊണ്ടാണ്. നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ട ജിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അല്പം നീണ്ടുപോയത്. ലിജു ക്ഷമിക്കും എന്ന് എനിക്കറിയാം. ഏതായാലും നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. വലിയൊരു ഉണർവും ആവേശവും പകർന്നുകൊണ്ടാണോ രാഹുലിൻ്റെ മോദി വിരുദ്ധ രാഷ്ട്രീയ നീക്കം ലിജുവിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആസ്വദിക്കുന്നതും മനസ്സിലാക്കുന്നതും? തീർച്ചയായും രാജ്യത്താകമാനമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസം പകർന്നിട്ടുള്ള ഒരു സമ്മേളനമാണ് ഡൽഹിയിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞത്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ്. KPCC നേതാക്കന്മാർ, DC പ്രസിഡന്റുമാർ, AICC പ്രതിനിധികൾ, MLA മാർ, മുൻ MLA മാർ, MP മാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ക്രീമായ നേതൃത്വം, രാജ്യത്താകമാനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ സമ്മേളനത്തിൽ എടുത്ത തീരുമാനങ്ങളും ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങളും അദ്ദേഹം ആ ആശയങ്ങൾ പ്രകടിപ്പിച്ച രീതിയുമൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, കോൺഗ്രസ് പ്രഖ്യാപിച്ച ഇപ്പോൾ ദേശീയ പ്രക്ഷോഭത്തിലെ ആദ്യ ഘട്ടം, അതായത് ഇന്ത്യയിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിലും നടത്തിയ പിക്കറ്റിങ്ങൾ, അത് വളരെ ആവേശത്തോടു കൂടിയാണ് പൊതുസമൂഹം അതിനെ സ്വീകരിച്ചത്. അപ്പോൾ ഇതെല്ലാം ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പാർട്ടി എന്ന നിലയിൽ സംഘടനാപരമായി വളരെ കരുത്തു പകരുന്നതാണ്. അതോടൊപ്പം രാജ്യത്താകമാനം നോട്ട് പിൻവലിക്കൽ തീരുമാനം മൂലമുണ്ടായിട്ടുള്ള ജനരോഷം BJPക്കെതിരെ ശക്തമായി തന്നെ ഉയർന്നു വരുന്നു എന്നതിൻ്റെ സൂചനയും. തീർച്ചയായും ലിജു പറഞ്ഞു വരുന്നത് പോലെ വലിയ ഒരു ആസൂത്രണം, വലിയ കണക്കുകൂട്ടൽ കോൺഗ്രസിന് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് 2019 അച്ഛാദിൻ കോൺഗ്രസ് കൊണ്ടുവരുമെന്നാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതിൽ നിന്ന് വഴിമാറിയാണെങ്കിലും മറ്റൊരു കാര്യം കൂടി, വളരെ പ്രധാനപ്പെട്ട നേതാക്കളെക്കുറിച്ചൊക്കെ ലിജു സൂചിപ്പിച്ചു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതി ആരോപണം ഇങ്ങ് കോട്ടയത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലിരുന്നു കൊണ്ട് മോദി സർക്കാരിനെതിരെ ഉന്നയിച്ച നമ്മുടെ ഉമ്മൻചാണ്ടിയെ കണ്ടില്ല എന്നതുകൂടി കാണാതെ പോകാനാകില്ലല്ലോ ഈ യോഗത്തിൽ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഈ യോഗത്തിൽ. എം ലിജു, അല്ല, കോൺഗ്രസ് ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമാണല്ലോ. അത് ഞാൻ എടുത്ത് പറയേണ്ട പോലും കാര്യങ്ങളില്ല. മോദി സർക്കാരിനെതിരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ച നേതാവുമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് വരാൻ സാധിച്ചില്ല. അത് വന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹം ഇതിൽ നിന്ന് വിട്ടുനിന്നു എന്നതിന് അർത്ഥമില്ല. അനവധി നേതാക്കന്മാർ, രാജ്യത്തെ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ വ്യക്തിപരമായ കാരണങ്ങളെ വിട്ടുനിന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ കേരളത്തിൽ DCC പ്രസിഡന്റ് ശ്രീ TN പ്രതാപൻ, അദ്ദേഹം DC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനമാണ്. അദ്ദേഹം വന്നിട്ടില്ല, കാരണം വ്യക്തിപരമായ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ അതിനെ നമ്മൾ ആ തരത്തിൽ ലിജു പറഞ്ഞതിൽ പ്രതാപൻ വരാത്തതിന് വ്യക്തിപരമായ കാരണമുണ്ട്. ഉമ്മൻചാണ്ടി വരാത്തതിന്റെ കാരണം എന്ത് എന്നുള്ളതാണ് പ്രശ്നം. മറ്റൊന്ന്, അദ്ദേഹം ഈ പങ്കെടുക്കാത്തത് കൊണ്ട് അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോകാൻ പോകുന്നു എന്നൊന്നും ഞാൻ പറയില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം, ഉമ്മൻചാണ്ടി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം പരിഗണിക്കാതെ പോകുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിട്ടുനിൽപ്പിൻ്റെ ഒരു വസ്തുതാപരമായ പ്രശ്നം തന്നെയല്ലേ ലിജു? നമ്മൾ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ മറച്ചു വെച്ച് പറയുന്നതോ ഒക്കെ ഒന്ന് മാറ്റിവെച്ചാൽ. ഇന്ത്യയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിൽ ഇന്ന് ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കന്മാരിൽ ഒരാളുമാണോ അദ്ദേഹം? അദ്ദേഹത്തിൽ അക്കാര്യത്തിലൊരു സംശയവുമില്ല. അദ്ദേഹം ഇന്ന് വരാതിരുന്നു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നുന്നോ എന്നൊന്നും വ്യാഖ്യാനം ചെയ്യുന്ന ഒരു അർത്ഥവുമില്ല. അദ്ദേഹമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്. അത് ദേശീയ നേതൃത്വത്തിനും അറിയാം, ജനങ്ങൾക്കും അറിയാം.
പോട്ടെ ലിജു, അതല്ല നമ്മുടെ വിഷയവും, സമയം അവസാനിക്കുന്നുണ്ട് തന്നെയാണ്. എങ്കിലും ശ്രീ ജോർജ് കുര്യൻ ബി ജെ പി നേതാവ് നേരത്തെ സൂചിപ്പിച്ച പോലെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, എന്താണ് ഇതിൽ ബി ജെ പിയുടെ ഒരു പ്രതികരണം? കാരണം നിരന്തരമായി രാഹുൽ ഗാന്ധി മോദി പറഞ്ഞ പോലെ രാഷ്ട്രീയം പ്രസംഗം നടത്താൻ പഠിക്കുകയാണല്ലേ, പഠിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് ആഹ്ലാദിക്കാമെങ്കിലും അദ്ദേഹം നിരന്തരമായ വിമർശനം തുടരുകയാണ്. മോദി വിമർശനം എന്ന രാഷ്ട്രീയം ഒട്ടും കുറയ്ക്കാതെ രാഹുൽ മുന്നോട്ട് പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ, ആകർഷകമായ പരസ്യവാചകങ്ങളിൽ ഒളിച്ചിരിക്കുന്ന മോദി 70 വർഷത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് 2.5 വർഷം കൊണ്ട് തുലയ്ക്കുകയാണ് ബി ജെ പി. RBIയെയും ജുഡീഷ്യറിയെയും ദുർബലപ്പെടുത്തി. RSS ഭരണമാണ് രാജ്യത്ത് നടക്കുന്നത്. തുടങ്ങിവെച്ച പദ്ധതികൾ സ്വച്ഛ ഭാരത് മുതൽ ഡിജിറ്റൽ ഇന്ത്യ വരെ തുടങ്ങിയിടത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ട്. ഈ നിലയിലാണ് രാഷ്ട്രീയം. 2019 അതും കഴിഞ്ഞ് അച്ഛാദിൻ കോൺഗ്രസ് കൊണ്ടുവരും എന്ന ആത്മവിശ്വാസത്തോടു കൂടി പരസ്യമായി പറയാനും രാഹുൽ തയ്യാറായിരിക്കുന്നു. അല്ല, മേക്ക് ഇൻ ഇന്ത്യയെ പറ്റി അദ്ദേഹം ബാംഗ്ലൂർ കോളേജിൽ പോയി പ്രസംഗിക്കുകയും ഇതുപോലെ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിക്കുകയും അതൊക്കെ പഴയ കഥ. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, കുട്ടികളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതുപോലെ ജനങ്ങൾ തീർച്ചയായിട്ടും തള്ളിക്കളയും. കാരണം ഒന്നാമത്തെ കാര്യം, സുപ്രധാന അവസരങ്ങളിൽ അപ്രത്യക്ഷനാകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദിയുടെ ഡിസംബർ 31 ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ വേഗം. 31 പ്രക്ഷോഭണത്തിന് ശേഷം അതിനെപ്പറ്റി പ്രതികരിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലില്ലായിരുന്നു. അദ്ദേഹം എവിടെയായിരുന്നു എന്ന് പോലും അറിയാൻ സാധിക്കില്ല. അദ്ദേഹം ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. തീർച്ചയായും, അതായത് ജോർജ് കുര്യൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ബി ജെ പി അലോസരപ്പെടുത്തുന്ന രാഷ്ട്രീയ ഘടകങ്ങളല്ല. കോൺഗ്രസ് അങ്ങനെ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാകും എന്ന് രാഷ്ട്രീയമായി ബി ജെ പി ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, വിചാരിക്കുന്നില്ല എന്നല്ലേ? അത് ഈ ഇലക്ഷനുകൾ 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷനുകൾ കഴിയുമ്പോൾ അവര് ഉത്തരാഖണ്ഡിലും ഒക്കെ തന്നെ, അതുപോലെ മണിപ്പൂരിലും ഒക്കെ തന്നെ കോൺഗ്രസ് പരാജയപ്പെടുവാൻ പോവുകയാണ്. അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. ഞാനൊന്ന് ഇടപെടുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സമയം അവസാനിക്കുന്നതിന് മാത്രമാണ്. ലിജു, അതാണ് ഈ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വർത്തമാനങ്ങളൊക്കെ ആകാം, പക്ഷെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും തരത്തിൽ ഈ വാചകങ്ങളെ ധ്വനിപ്പിക്കുന്നത് അല്ല എങ്കിൽ ഒരു കഥയുമില്ല. 2019 ഒരു കാരണവശാലും കോൺഗ്രസിന് അച്ഛാദിൻ കൊണ്ടുവരാൻ കഴിയാതെ വന്നേക്കാം. അതാണ് രാഷ്ട്രീയം. ലിജു, ഒളിച്ചോടുന്നത് രാഹുൽ ഗാന്ധിയല്ല, നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ മനുഷ്യനൊന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായി? ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ഡിമോണിറ്റൈസേഷനെ കുറിച്ച് വളരെ കൃത്യമായി രാജ്യസഭയിൽ സംസാരിച്ചതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഒളിച്ചോടിയതല്ലേ ശ്രീ നരേന്ദ്രമോദി? പിന്നീട് പൊതുയോഗങ്ങളിൽ മനുഷ്യർ ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയില്ല എന്നുറപ്പുള്ള പൊതുയോഗങ്ങൾ മൈക്കിൻ്റെ മുമ്പിലിരുന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതല്ലാതെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വസ്തുനിഷ്ഠമായൊരു സംവാദത്തിനോ ഒരു സംസാരത്തിനോ പോലും തയ്യാറല്ലാത്ത, സംവാദത്തിന് ശേഷിയില്ലാത്ത, ഏകപക്ഷീയമായി മാത്രം സംസാരിക്കാൻ അറിയാവുന്ന, ജനാധിപത്യത്തോടും പാർലമെൻറ്റിനോടും ബഹുമാനമില്ലാത്ത ശ്രീ നരേന്ദ്രമോദിയുടെ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ജനതയ്ക്ക് തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവരെയും വിഡ്ഢികളാക്കാൻ ശ്രീ നരേന്ദ്രമോദിക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാവും. വരുന്ന തെരഞ്ഞെടുപ്പുകൾ ആത്മവിശ്വാസത്തോടെ തന്നെ കോൺഗ്രസ് നേരിടുന്നത്. പഞ്ചാബിൽ ഉൾപ്പെടെ, മണിപ്പൂരിലും പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും ഉൾപ്പെടെ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഉത്തർപ്രദേശിൽ ഞങ്ങളിപ്പോൾ ഏറ്റവും പ്രമുഖ കക്ഷിയല്ല, പക്ഷേ ഞങ്ങളെ ഘടകകക്ഷി സ്ഥാനത്ത് കിട്ടുവാൻ വേണ്ടി മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും മായാവതിയും ഒക്കെ തന്നെ കോൺഗ്രസിനെയാണ് സമീപിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും തള്ളിക്കളയേണ്ട ശക്തിയല്ല ഉത്തർപ്രദേശിൽ. കാലാന്തരത്തിൽ ഉത്തർപ്രദേശിൽ ഞങ്ങൾ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും. ലിജു, ഏതായാലും അത്തരമൊരു രാഷ്ട്രീയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ രാഷ്ട്രീയ വിശദീകരണം അച്ഛാദിൻ 2019 കോൺഗ്രസ് കൊണ്ടുവരും എന്ന് പറഞ്ഞത് എന്നാണ് ലിജു വിശദീകരിച്ചത്. ബി ജെ പി അതിനെ തള്ളിക്കളയുക തന്നെയാണ്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ നിലപാടുകളുടെ മാറ്റുരയ്ക്കലുണ്ടാകും എന്ന കാര്യത്തിൽ വളരെ വലിയ പ്രാധാന്യമാണ് ആ തെരഞ്ഞെടുപ്പുകൾക്ക് വരാൻ പോകുന്നത്. വളരെയധികം നന്ദി എം ലിജു, ശ്രീ ജോർജ് കുര്യൻ ഞങ്ങളോട് സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കും മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. സ്വാശ്രയ ഹുങ്കിന് കടിഞ്ഞാൺ വീഴുന്നു. കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനം ഏർപ്പെടുത്തും. കോളേജുകളിലെ അവസ്ഥ പഠിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. കോളേജുകൾ അടച്ചിടുമെന്ന ഭീഷണിയുമായി ഉടമകൾ. സമരം പിൻവലിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ജിഷ്ണുവിൻ്റേത് എന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ജിഷ്ണുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ സഹായധനം. പ്രധാനമന്ത്രിക്ക് ആശ്വസിക്കാം. സഹാറ, ബിർള, കോഴ കേസുകളിൽ പ്രത്യേക അന്വേഷണമില്ല. നരേന്ദ്രമോദി പണം വാങ്ങിയെന്ന പ്രശാന്ത് ഭൂഷന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. അന്വേഷണത്തിന് ഉത്തരവിടാൻ ആവശ്യമായ തെളിവില്ലെന്ന് കോടതി.
2019 അച്ഛാദിൻ കോൺഗ്രസ് തിരിച്ചുകൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധി. ജുഡീഷ്യറിയെയും റിസർവ് ബാങ്കിനെയും കേന്ദ്രം ദുർബലപ്പെടുത്തി. രാജ്യം ഭരിക്കുന്നത് മോദിയും മോഹൻ ഭാഗവതും ചേർന്ന്. സമരങ്ങൾക്ക് രൂപം നൽകി AICC കൺവെൻഷൻ. ഭരണപരിഷ്കാര കമ്മീഷന്റെ ഓഫീസിന് സൗകര്യം പോരെന്ന് VS. IMGയിലെ ഓഫീസ് VS സന്ദർശിച്ചു. TP സെൻകുമാറിനെതിരെ വീണ്ടും സംസ്ഥാന സർക്കാർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമാക്കാനുള്ള ശുപാർശ തള്ളും. സർക്കാർ നിലപാട് സമിതിയെ ബോധ്യപ്പെടുത്താത്തതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി.